നിൽ ബിൽ എങ്ങനെ തയ്യാറാക്കാം. പലർക്കും പുതിയ ബിംസ് 2.0 ആണ്. അപ്പൊ അതിൽ നിൽ ബിൽ എങ്ങനെ തയ്യാറാക്കാം നോക്കാം. നമ്മൾ ന്യൂ ബില്ല് കൊടുത്തു, കണ്ടിന്യൂ കൊടുക്കുകയാണ്. കണ്ടിജന്റ് പേയ്മെന്റ് നമ്മൾ മുൻപെടുത്ത പോലെ കണ്ടിജന്റ് പേയ്മെന്റ് കൊടുക്കുക, 34 കൊടുക്കുക. ഇതൊക്കെ ഇതിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. സെറ്റിൽമെന്റ് അഡ്വാൻസ് ടേക്കൺ യെസ് കൊടുക്കുക. അപ്പോൾ നമ്മൾ എടുത്ത അഡ്വാൻസ് അതിന്റെ നമ്പർ അടക്കം വന്നു. ദെൻ ആക്ഷൻ കൊടുക്കുക. അതിനുശേഷം സേവ് ചെയ്യാം. ഓക്കെ, ബില്ല് സേവ് ആയി. പിന്നെ ക്ലെയിം എൻട്രി ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മൾ പരീക്ഷ തുടങ്ങിയ തീയതി, ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ഡേറ്റ് കൊടുക്കുന്നേ ഉള്ളൂ. പരീക്ഷ തുടങ്ങിയ തീയതി കൊടുക്കുക. പരീക്ഷ അവസാനിച്ച തീയതി 29-ാം തീയതിയാണ്. നമ്മൾ 29-ാം തീയതിയാണ് ഈ ബില്ല് എടുക്കാൻ പറ്റുള്ളൂ. സെറ്റിൽമെന്റ് ബില്ല് എടുക്കുന്നത് 29-ാം തീയതിയാണ്. ഇതിൽ ഫ്യൂച്ചർ ഡേറ്റ് നമുക്ക് ഇടാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ ഇന്നത്തെ ഡേറ്റ് തന്നെ ഇടുന്നു. ഇതിൽ ഇടേണ്ട ഡേറ്റ് 29-ാം തീയതിയാണ് കേട്ടോ. ഡിസ്ക്രിപ്ഷൻ HSC മാർച്ച് 2025 കൊടുക്കാം. സാങ്ഷൻ ഓർഡർ നമ്മൾ അലോട്ട്മെന്റ് കിട്ടിയ സാങ്ഷൻ ഓർഡർ കൊടുക്കുക, അതിന്റെ ഡേറ്റ് കൊടുക്കുക. നമ്മൾ ആ ഓർഡർ പ്രകാരമാണ് പൈസ ചിലവാക്കുന്നത്. ഞാനിപ്പോൾ ഒരു 30,000 കൊടുക്കുന്നു. എനിക്ക് 35,200 കിട്ടി. എനിക്ക് ആ 30,000 ചിലവാക്കിയോളൂ. അത് കൊടുത്തു, ദെൻ സേവ് ചെയ്തു. ഡേറ്റിലുള്ള വ്യത്യാസം എന്താണ്, നമ്മൾ സേവ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ സേവ് ആയി. സേവ്ഡ് സക്സസ്ഫുള്ളി. നമുക്ക് ഡിഡക്ഷൻ ഡീറ്റെയിൽസ് ഇല്ല, പൈസ മുഴുവൻ നമ്മൾ ഇതിൽ നിന്ന് എടുത്തതാണ്. പിന്നെ ഇതിൽ അഡ്വാൻസ് എടുക്കാത്തവർക്ക്, നമ്മൾ പൈസ എടുത്ത കേസാണ്, അഡ്വാൻസ് എടുത്ത കേസ് മാത്രമേ പറയുന്നുള്ളൂ. അഡ്വാൻസ് എടുക്കാത്തവരുടെ കാര്യം ഇപ്പോൾ പറയുന്നില്ല. അപ്പോൾ പൈസ ഡിഡക്ഷൻ ഡീറ്റെയിൽസ് ഒന്നുമില്ല. നമ്മുടെ പൈസ നമ്മൾ ഇതിൽ അലോട്ട്മെന്റിലൂടെ ബാലൻസ് 0 ആണ്. 0-യിൽ നിന്ന് നമുക്കൊന്നും ഡിഡക്ഷൻ ചെയ്യാൻ പറ്റില്ല, അത് സ്കിപ്പ് ചെയ്തു. നമ്മൾ നോർമലി നമുക്കറിയാം, മുൻപ് ഈ 30,000 കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലൻസ് 5,200 രൂപ നമ്മൾക്ക് ഉണ്ട്. ആ 5,200 രൂപ നമുക്ക് എൻ്റർ ചെയ്യാൻ ചലാൻ ഡീറ്റെയിൽസ് കാണും. ഇപ്പോൾ സാധാരണഗതിയിൽ അത് ഓട്ടോമാറ്റിക്കോടെ ബെനിഫിഷ്യറി നമുക്ക് കൊടുക്കാനില്ല, ചലാൻ ഡീറ്റെയിൽസ് ആണ് കാണുക. പക്ഷെ ഇത് ഇപ്പോൾ നമുക്ക് ചലാൻ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കുന്നില്ല. നമ്മൾ ജസ്റ്റ് ബിൽ എഡിറ്റ് എടുക്കുക, അതിൽ നിന്ന് ബിൽ എഡിറ്റിലോട്ട് പോവുക, ബിൽ എഡിറ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ മൈനസ് വന്നു, പൈസ വന്നു, ഇവിടെ 30,000 വന്നു, ഡിഡക്ഷൻ ഡീറ്റെയിൽസ് വന്നു, ചലാൻ ഡീറ്റെയിൽസ് വന്നു. അതങ്ങനെ എടുത്താലാണ് ഇപ്പോൾ ഇത് കിട്ടുന്നുള്ളൂ. അതിന് വേറെ എന്തെങ്കിലും മെത്തേഡ് ഉണ്ടോ? നമ്മൾ പുതിയ സിസ്റ്റത്തിൽ ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് കിട്ടുന്നത് ഇങ്ങനെയാണ് കിട്ടിയത്, ചലാൻ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ചലാൻ അടച്ച ട്രഷറി, നമ്മുടെ ട്രഷറി ഉണ്ടാവും, ആ ചലാൻ അടച്ച ട്രഷറിയുടെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുക, ഡേറ്റ് കൊടുക്കുക. നമ്മൾ 29-ാം തീയതി തന്നെയായിരിക്കും അടയ്ക്കുക, പക്ഷേ ഇപ്പോൾ നമുക്കിത് ഇന്നത്തെ ഡേറ്റ് കൊടുക്കാനേ പറ്റൂ. ഇതിപ്പോൾ 35,200 ഫുള്ളായിട്ട് ചിലവായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലൊന്നും വേണ്ട. അതായത് 35,000-ന് കൂടുതൽ ചിലവായാലും ഈ ഒരു ആവശ്യമില്ല. ഇപ്പോൾ ഈ വർഷം കൂടുതലും ബാലൻസ് തുക വരാനാണ് സാധ്യത കൂടുതൽ. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഇപ്പം ആക്ച്വൽ തുകയേക്കാൾ കൂടുതൽ ചിലവായാലും, ആക്ച്വൽ തുക തന്നെ ചിലവായാലും നമ്മൾ കൃത്യമായിട്ട് തുക ക്ലെയിമിൽ ആക്ച്വൽ ചിലവായ തുക കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് മുന്നോട്ട് പോകാം. കൂടുതൽ, അതായത് നമുക്ക് കൂടുതൽ തുക കിട്ടിയാലും ക്ലെയിമിൽ അഡ്വാൻസ് എടുത്ത തുക മാത്രമേ നമുക്ക് കൂടുതൽ ചിലവായാലും കൊടുക്കാൻ പറ്റൂ. കുറവ് ചിലവായാലും കൃത്യം തുക മാത്രമേ കൊടുക്കാൻ പറ്റൂ, ചിലവായ തുക മാത്രമേ കൊടുക്കാൻ പറ്റൂ. ഓക്കെ, അപ്പം കൂടെ ചലാൻ ഡീറ്റെയിൽസ് കൊടുത്തു, ചലാൻ നമ്പർ ഉണ്ടാവും, നമുക്ക് ഒരു ചലാൻ നമ്പർ കൊടുക്കുക. നമ്മൾ ചലാൻ അടച്ചിട്ടില്ല, ജസ്റ്റ് ഇത് കൊടുത്തു. അപ്പോൾ നമ്മളിവിടെ 5,200 രൂപ നമ്മളിവിടെ ചലാൻ അടച്ചിട്ടുണ്ട്. ആ ചലാനിൻ്റെ എമൗണ്ട് കൊടുത്തു, തന്നെ ഇത് സേവ് ചെയ്തു. അപ്പോൾ ചലാൻ സേവ് ആയി പോയി. ഓക്കെ, നമുക്ക് അപ്ലോഡ് ഡോക്യുമെൻ്റ് ഒന്നുമില്ല. ഇത്രയും കഴിഞ്ഞാൽ നമുക്ക് ബില്ല് സേവ് ചെയ്യാം. ബില്ല് സേവ്, നമുക്ക് ബില്ല് പ്രിന്റ് PDF നോക്കാം. നിൽ ബില്ലാണ്, 0 ബില്ലായിട്ട് വന്നു. നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം വന്നു. നമ്മൾ 30,000 ചിലവാക്കി, ബിൽ റെഫറൻസ് 35,200 കിട്ടി. ഈ 5,200 ചിലവാക്കി 0. അപ്പോൾ നമുക്ക് എല്ലാം ക്ലോസ് ആയി. ഈ വർഷത്തെ ഈ അക്കൗണ്ടിൽ എല്ലാ എമൗണ്ടും നമ്മൾ ക്ലോസ് ആണ്. അപ്പോൾ ഹെഡ് ഓഫ് അക്കൗണ്ട് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്കിത് ക്ലോസ് ചെയ്ത് ഈ ബില്ലിൻ്റെ ഒപ്പം ഈ ആക്ച്വൽ ചിലവായ 30,000 രൂപയ്ക്കുള്ള ബില്ലും വൗച്ചറും എല്ലാ രേഖകളും സഹിതം ട്രഷറിയിൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ വർഷത്തെ തന്നെ ആ പ്രോഗ്രാം സോൾവ് ആയി. ഇത് നമുക്കിത് സേവ് ചെയ്തതിന് ശേഷം, നമ്മളിപ്പോൾ സേവ് ചെയ്യുന്നില്ല, നമുക്കിത് എഡിറ്റ് ചെയ്ത് ജസ്റ്റ് ഒന്ന് സേവ് ചെയ്യാം, നോക്കാം. സേവ്ഡ് സക്സസ്ഫുള്ളി. ഇത് സെൻഡ് ഫോർ അപ്രൂവൽ, നമ്മൾ കൊടുക്കുന്നില്ല, നമ്മളിപ്പോൾ 29-ാം തീയതി ചെയ്യുന്നുള്ളൂ. ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നതിന് വേണ്ടി ഇങ്ങനെ ചെയ്തതെന്ന് മാത്രം. നമുക്ക് ഇത് ബില്ല് എഡിറ്റിൽ പോയി നമുക്കിത് ഡിലീറ്റ് ചെയ്ത് കളയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുക. ഇത് അപ്രൂവൽ അയക്കുക, അപ്രൂവ് ചെയ്തതിന് ശേഷം ട്രഷറിയിലേക്ക് സബ്മിറ്റ് ചെയ്യുക.
ട്രഷറിയിലേക്ക് സബ്മിറ്റ് ചെയ്തതിന് ശേഷം ബില്ലും വൗച്ചർ സഹിതം 29 തന്നെ ട്രഷറി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ഈ ഒരു ഫിനാൻഷ്യൽ ഇയർ തന്നെ അവസാനിപ്പിക്കാം. റിട്ടയർ ചെയ്യുന്നവർക്കും എല്ലാവർക്കും പിന്നെ അല്ലെങ്കിൽ പിന്നീട് അത് ബുദ്ധിമുട്ടായിരിക്കും. ഹെഡ് ഓഫ് അക്കൗണ്ട് എന്നാണ് ആക്റ്റീവ് ആവുന്നത് അന്ന് വരെ കാത്തിരിക്കേണ്ടി വരും. ഓക്കെ, താങ്ക് യു. ഇത്രയുമാണ് ഇതുമായി ബന്ധപ്പെട്ടത്. പിന്നെ പ്രത്യേകം പറയാനുള്ളത്, ഇത് നമുക്ക് കിട്ടിയ അറിവുകൾ, ട്രഷറിയിൽ നിന്ന് കിട്ടിയ അറിവുകൾ